മോസ്റ്റ് അൺലൈക്ലി ഓഫ് അലയൻസ്. ഇത്രയേ ഡൊണാൾഡ് ട്രംപിനെയും ഇലോൺ മസ്കിനെയും കുറിച്ച് അമേരിക്കക്കാരൻ പരമാവധി പറയുകയുള്ളൂ. നമ്മൾ മലയാളത്തിലാണെങ്കിൽ ഈനാമ്പേച്ചിക്ക് മരപ്പട്ടിക്കൂട്ടെന്ന് പറയും. ആരാണ് ഈനാമ്പേച്ചി എന്നും ആരാണ് മരപ്പട്ടി എന്നും ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തർക്കിച്ച് തീർപ്പാക്കട്ടെ. ജനാധിപത്യത്തിലെ ഏറ്റവും അപഹാസ്യമായ നിയമനമായിരുന്നു ഇലോൺ മസ്കിന്റേത്. കാശുകാരനോടുള്ള കുശുമ്പ് കൊണ്ടല്ല അങ്ങനെ പറയേണ്ടി വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ധനികന് ഏറ്റവും സമ്പന്നമായ ജനാധിപത്യത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ സ്വന്തം ബിസിനസ് വളർത്താനല്ലാതെ മറ്റൊന്നിനുമാകില്ല ആ വരവ്. ഇലോൺ മസ്കിനെ അമേരിക്കൻ സർക്കാരിന്റെ ഗവൺമെന്റ് ഇൻ എഫിഷ്യൻസി അഥവാ സർക്കാരിലെ കാര്യക്ഷമത നോക്കാനുള്ള സമിതിയുടെ അധ്യക്ഷനായാണ് നിയമിച്ചത്. ഒപ്പം നിയമനം കിട്ടിയ നമ്മുടെ പാലക്കാട് വേരുകളുള്ള വിവേക് രാമസ്വാമി ആദ്യം തന്നെ ഇട്ടിട്ട് പോയിരുന്നു. 6 മാസം കഴിഞ്ഞാൽ വിരമിക്കുമെന്ന് പറഞ്ഞിരുന്ന മസ്കിനെ ഇപ്പോ എടുത്തെറിഞ്ഞു എന്നാണ് ട്രംപ് പറയുന്നത്. 2 കച്ചവടക്കാർ കളിക്കുന്ന നാടകമല്ലേ കാണുന്നതെന്നാണ് എല്ലാവരും ആദ്യം സംശയിച്ചത്. പിന്നെ മനസ്സിലായി പിടിച്ച മുയലിന് 5-6 കൊമ്പ് വീതമുള്ള 2 പൊങ്ങന്മാരുടെ തമ്മിൽ തല്ലാണ് നടക്കുന്നത് എന്ന്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. ട്രംപ് പിച്ചി, മസ്ക് നുള്ളി. അമേരിക്കയിൽ ഭരണം തകർത്തി. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെസ്ലയുടെ മുതലാളി ഇലോൺ മസ്കിന്റെ കൈപിടിച്ചാണ് അധികാരത്തിലേക്ക് കയറിയത്. ആ കയറ്റത്തിൽ മസ്കിന്റെ കമ്പനികളുടെ ഓഹരികളിൽ 40% വളർച്ച. ഒപ്പം ട്രംപിന്റെ മക്കൾ നടത്തുന്ന കമ്പനികളിലെ ഓഹരികളിൽ 50% മൂല്യം കൂടി. പരസ്യമായി നടന്ന കൈക്കൂലി നൽകലായിരുന്നു അത്. സർക്കാരിനോട് ചേർന്നു നിന്ന് മസ്ക് ഏത് അനുവാദവും മേടിച്ചെടുക്കുമെന്നറിയാവുന്നവരെല്ലാം ആ ഓഹരികൾ വാങ്ങിക്കൂട്ടി. സ്വന്തം കമ്പനികളിൽ ട്രംപ് സാധ്യമായതെല്ലാം ചെയ്യുമെന്നറിയാവുന്നതിനാൽ ആ ഓഹരികളിലും വച്ചടി കയറ്റമുണ്ടായി. ഇന്ത്യയിൽ സമീപകാലത്ത് അങ്ങനെയൊന്നുണ്ടായത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവിന്റെ കുടുംബ കമ്പനികളുടെ ഓഹരികളിലാണ്. മുഖ്യമന്ത്രിയായപ്പോഴും കേന്ദ്രമന്ത്രിസഭയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴും വച്ചടി കയറ്റമായിരുന്നു. ഇനി വളരാൻ പോകുന്നത് ആ കമ്പനികളാകുമെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോ മസ്കും ട്രംപ് തമ്മിൽ അടി തുടങ്ങിയത് നോക്കുക. മസ്കിന്റെ ഓഹരികളിൽ $15,000 കോടി ഒറ്റയടിക്കൊലിച്ചു പോയത്. അതൊരു നിസാരമായ തുകയല്ല എന്ന് നമുക്കറിയാം. 12 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ തുകയാണത്. കേരളത്തിന്റെ ഒരു വർഷത്തെ നികുതി വരുമാനം 1 ലക്ഷം കോടി രൂപയാണ്. അതിന്റെ 12 മടങ്ങാണ് ഒരു ദിവസം കൊണ്ട് മസ്കിന്റെ ഓഹരിയിൽ നിന്നും ആവിയായി പോയത്. ട്രംപിന്റെ ഓഹരികളുടെ മൂല്യത്തിൽ 8% ഇടിവുണ്ടായി. 2 പേരും എന്തെങ്കിലും നാടകം കളിച്ചതാകാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുന്നത് ഈ വലിയ വീഴ്ച കൂടി ചൂണ്ടിക്കാണിച്ചാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടലിന്റെ പാതയിലെത്തിയപ്പോൾ ഇടനില നിന്നു എന്ന് അവകാശപ്പെട്ടയാളാണ് ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ്. അതിന് സമ്മർദ്ദം ചെലുത്തിയെന്ന് മേനി പറഞ്ഞതാണ് മസ്ക്. ഇപ്പോൾ ഇവർ തമ്മിലടിക്കുമ്പോൾ ഇടനില അസാധ്യമാകുന്നു. ട്രംപ് ലോകത്തെ രാഷ്ട്രീയ അധികാരത്തിന്റെ തുഞ്ചത്തിരിക്കുന്നയാൾ, മസ്കാണെങ്കിൽ സമ്പത്തിന്റെ എവറസ്റ്റിലും. ഇരുവർക്കും അവരവരുടെ സിംഹാസനങ്ങളിൽ നിന്നും താഴെ ഇറങ്ങി ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ല. ട്രംപുമായി പിണങ്ങിയപ്പോൾ മസ്ക് ആദ്യം പ്രഖ്യാപിച്ചത് സ്പേസ് എക്സ് ഡ്രാഗൺ ക്യാപ്സ്യൂൾ പൊളിച്ചടുക്കുമെന്നാണ്. ഡീകമ്മീഷൻ ചെയ്തു കളയുമെന്നായിരുന്നു ആ ഭീഷണി. ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ തമ്മിലടിക്കുമ്പോൾ ബാറ്റ് കൊണ്ട് സ്റ്റംപ് തട്ടിത്തെറിപ്പിച്ചു പോകുന്നത് പോലെയായിരുന്നു ആ പരിപാടി. യാത്രക്കാരെ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കാനും മടക്കിക്കൊണ്ടുവരാനും ഉപയോഗിക്കുന്നതാണ് ഡ്രാഗൺ ക്യാപ്സ്യൂൾ. സുനിത വില്യംസിനെ മടക്കിക്കൊണ്ടുവന്നതും ഇതിലാണ്. ബഹിരാകാശത്തേക്കുള്ള വിശ്വസനീയമായ യാത്രാ മാർഗമാണ് ഈ ക്യാപ്സ്യൂൾ. അതിന്റെ പരിപ്പെടുക്കും എന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം. ഒന്ന് തണുത്തപ്പോൾ ആ പ്രസ്താവന മസ്ക് മയപ്പെടുത്തി. പക്ഷേ അതിലും വലുതായിരുന്നു മസ്ക് പൊട്ടിച്ച ബോംബ്. ജെഫ്രെ എപ്സ്റ്റൈൻ ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ പേരുണ്ട് എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. അമേരിക്കയെ വിറപ്പിച്ച ശിശു പീഡകനാണ് ബാങ്കർ കൂടിയായ എപ്സ്റ്റൈൻ. നിരവധി കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക മാത്രമല്ല എപ്സ്റ്റൈൻ ചെയ്തത്, കുട്ടികളെ പല ഉന്നതർക്കും കാഴ്ചവെക്കുകയും ചെയ്തു. അങ്ങനെ കുട്ടികളെ നൽകിയവരുടെ പട്ടികയിൽ ട്രംപിന്റെ പേരുമുണ്ട് എന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. അത് ശരിയാണെങ്കിൽ ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ മറ്റൊരു കാരണവും ആവശ്യമില്ല. ബിൽ ക്ലിന്റന്റെ പേരിൽ ആരോപിക്കപ്പെട്ടതിലും കൊടിയ കുറ്റമാണ് ട്രംപിന് നേരെ വരുന്നത്. എപ്സ്റ്റൈൻ രേഖകൾ എത്രയും വേഗം പുറത്തുവിടണമെന്ന് ഡെമോക്രാറ്റുകൾ കത്തു നൽകിയതോടെ ട്രംപിന്റെ ഭാവിയാണ് നൂലിൽ തൂങ്ങിയാടുന്നത്. ചന്തയിൽ ചെന്ന് വിഴിപ്പലക്കരുതെന്ന് പറയും. പക്ഷേ ട്രംപും മസ്കും അലക്കുന്നത് ഇന്റർനെറ്റ് ചന്തയിലെത്തിയാണ്.
രണ്ടുപേരും പറയാനുള്ളത് പരസ്പരം നേരിട്ട് ചെന്ന് പറയുകയോ ഫോണിലൂടെ അറിയിക്കുകയോ അല്ല ചെയ്യുന്നത്. സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ വിളിച്ചു കൂവുകയാണ്. നിങ്ങളെ പ്രസിഡന്റ് ആക്കിയത് ആരാണെന്ന് മറക്കരുത് എന്നാണ് അവസാനത്തെ മസ്കിന്റെ ട്വീറ്റ്. രണ്ടാം വട്ടവും സ്ഥാനാർത്ഥിയാക്കാനും ജയിപ്പിക്കാനും മസ്ക് വിയർപ്പൊഴുക്കിയെന്നത് എല്ലാവരും കണ്ടതാണ്. സഹസ്ര കോടികൾ സംഭാവന നൽകിയതിനു പുറമെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ട്രംപിനായി വലിയ പ്രചാരണവും നടത്തിയിരുന്നു. മസ്ക് വാഴിച്ച പ്രസിഡന്റ് എന്ന് തന്നെയായിരുന്നു ഇത്തവണത്തെ വിശേഷണങ്ങൾ പോലും. ട്രംപിനൊപ്പം അധികാരമേറ്റെടുത്ത ശേഷം മസ്ക് നടത്തിയ ഇടപെടലുകൾ കാണുക. നിരവധി നികുതി നിരക്കുകളിലാണ് മാറ്റം വരുത്തിയത്. അതും സ്വന്തം ആവശ്യത്തിന് ഉപകരിക്കുന്ന ഫയലുകളാണ് അതിവേഗം നീക്കിയത്. മസ്ക് സ്വന്തം ആവശ്യം നേടിയ ശേഷമാണ് പുറത്തിറങ്ങുന്നതും. കലഹിച്ചു നിൽക്കുകയാണെന്ന പ്രതിച്ഛായ ഉണ്ടാക്കേണ്ടത് ട്രംപിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. പുറത്തു പോയാലും മസ്കിന് സർക്കാരിൽ പിടിയുണ്ട് എന്ന പറച്ചിൽ കേൾക്കാൻ ഇരുവർക്കും താല്പര്യമില്ല. അതിനാൽ സ്വാഭാവികമായ ഒരു തമ്മിൽ തല്ല് എല്ലാവരും പ്രതീക്ഷിച്ചതുമാണ്. പക്ഷേ ഇപ്പോഴത്തെ സംഘർഷം പൂർണ്ണമായും പിടിവിട്ടു പോയി എന്നാണ് മനസ്സിലാകുന്നത്. വെറും ചണ്ടയല്ല, ശരിക്കും തല്ല് തന്നെയാണ് നടക്കുന്നതെന്നാണ് ഡെമോക്രാറ്റുകളുടെയും റിപ്പബ്ലിക്കന്മാരുടെയും ഭാഷ്യം. ഈ സംഘർഷം ഏതായാലും അമേരിക്കയെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ്. മസ്കിന്റെ നികുതി വെട്ടിപ്പുകളും കൈക്കൂലിയും, ട്രംപിന്റെ ലൈംഗിക പീഡന കേസുകളിലെ പങ്കാളിത്തം, ഇത് രണ്ടും അന്വേഷിക്കാതെ ഇനി അമേരിക്കയ്ക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. 2006 സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് കോർപ്പറേഷൻ എന്ന സ്പേസ് എക്സിന് ഒരു കരാർ കിട്ടി. നാസ നൽകുന്ന വസ്തുക്കൾ രാജ്യാന്തര ബഹിരാകാശ കേന്ദ്രത്തിൽ എത്തിക്കുക എന്ന ചരക്കു നീക്കത്തിനുള്ള കരാറായിരുന്നു അത്. ബഹിരാകാശത്തേക്ക് ഒരു റോക്കറ്റ് പോലും അതുവരെ അയച്ചിട്ടില്ലാത്ത മസ്കിന്റെ കമ്പനി ഫാൽക്കൺ 1 എന്ന റോക്കറ്റിൽ ആദ്യ ചരക്കു നീക്കം നടത്തി. അവിടം മുതൽ ഇവിടം വരെയുള്ള മസ്കിന്റെ വളർച്ച അപസർപ്പക കഥകളെ പോലും വെല്ലുവിളിക്കുന്നതാണ്. സർക്കാരുമായും നാസയുമായും അടുത്ത ബന്ധം പുലർത്തിയാണ് കരാറുകൾ ഒന്നൊന്നായി നേടിയെടുത്തത്. ഇപ്പോ ഈ അമേരിക്കയുടെ ബഹിരാകാശം തന്നെ സ്പേസ് എക്സിന്റെ കൈകളിലാണെന്ന് പറയാം. പല മേഖലകളിലും നാസയേക്കാൾ ശക്തമാണ് ആ സ്വാധീനം. ട്രംപുമായുള്ള സംഘർഷം ഇരു കൂട്ടർക്കും നഷ്ടക്കച്ചവടമാകുന്നതും ഇക്കാരണം കൊണ്ടാണ്. മസ്ക് ഇതുവരെ എത്തിയതും ട്രംപ് വീണ്ടും ജയിച്ചതും ഈ കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ടാണ്. ഒരു ഭരണത്തിലും ഒരിക്കലും നടക്കരുതാത്തതാണ് അമേരിക്കയിൽ സംഭവിച്ചത്. ജനാധിപത്യത്തെ വിൽക്കാനും വിലയ്ക്ക് വാങ്ങാനും നിൽക്കുന്നവരുടെ ലേലം വിളിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്തരം തൊന്തരവുകൾ പല രൂപത്തിൽ പല രാജ്യങ്ങളിൽ കാണുന്നവരാണല്ലോ. അടുത്തും അകന്നും ഇരുന്ന് കാണുന്ന കാര്യങ്ങൾ തന്നെ. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.